ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയ് നായകനെ എച്ച് വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂലൈ 23 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രം 4-ാം ദിവസമായ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്ന് കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഈ സിനിമയുടെ കളക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. 3-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 2,50,00,000 കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് ഞായറാഴ്ച ദിവസം കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടിക്ക് മുകളിലാണ്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 10,28,00,000 കളക്ട് ചെയ്ത ഈ സിനിമ അങ്ങനെ വീക്കെൻഡ് കേരള കളക്ഷനായി 4 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 13 കോടിക്ക് മുകളിലുമാണ്. തമിഴ്നാട്ടിൽ ഇന്നലെ 22,38,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 3 ദിവസം കൊണ്ട് 67,83,00,000 രൂപയാണ് നേടിയെടുത്തിരുന്നത്. 4-ാം ദിവസം ഇന്ന് ഞായറാഴ്ച തമിഴ്നാട്ടിൽ 25-27 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 92-93 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. കർണാടകയിൽ ഇന്നലെ 4,85,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 3 ദിവസം കൊണ്ട് 19,58,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 4-ാം ദിവസം കൂടിയായ ഇന്ന് ഞായറാഴ്ചയോടെ കർണാടകയിൽ 25 കോടി റേഞ്ചിൽ ഈ സിനിമ എത്തിച്ചേരുന്നതാണ്. ആന്ധ്രയിൽ 3 ദിവസം കൊണ്ട് 4,09,00,000 രൂപയും തെലങ്കാനയിൽ 4,31,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3 ദിവസത്തെ ഇന്ത്യ ഗ്രോസ് 117,44,00,000 രൂപയാണ്. വിദേശത്ത് 59,40,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് നേടിയെടുത്തത്. അങ്ങനെ ഇന്നലെ ശനിയാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 176,84,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 50 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 200 കോടിയല്ല 225 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 24 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയ തെലുങ്ക് സിനിമയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബാവരം, ഗൗരി പ്രിയ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതുപ്രകാരം ആന്ധ്രയിൽ ഈ സിനിമ 2 ദിവസം കൊണ്ട് 4,80,00,000 രൂപയും തെലങ്കാനയിൽ 5,68,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി മാത്രം 10,45,00,000 രൂപ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 1,21,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 12,00,000 സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് 11,81,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് 2 ദിവസം കൊണ്ട് നേടിയെടുത്തത് 4,13,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 15,94,00,000 രൂപയാണ്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 9.5-10 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 25 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് അമ്പേ ഡയാന. പാരി ഇലവഴകൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രമ്യ രംഗനാഥൻ, പാരി ഇലവഴകൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നത്. ഈ ചിത്രം ഇന്നലെ തമിഴ്നാട്ടിൽ 17 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9 ദിവസം കൊണ്ട് 4,29,00,000 രൂപയാണ് തമിഴ്നാട്ടിൽ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 4,56,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 5,03,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ആകാശ് ഭാസ്കരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇതയം മുരളി. നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ഈ സിനിമയിൽ അഥർവ, പ്രീതി മുകുന്ദൻ, കയാദ് ലോഹർ, ഫഹദ് വാസിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 16 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 16 ലക്ഷം രൂപയാണ്. 20,65,00,000 രൂപയാണ് അങ്ങനെ 16 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 2,06,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 1,13,00,000 രൂപയും ആന്ധ്രയിൽ 64,50,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് 31 ലക്ഷം രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ 23,92,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വേൾഡ് വൈഡ് ഗ്രോസായി 29,06,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 14 കോടി തിയേറ്റർ റൈറ്റ്സ് ഉള്ള ഈ സിനിമയ്ക്ക് 14,22,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത് ജൂലൈ 3 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ഗാട്ടാ കുസ്തി 2. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 25 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ തമിഴ്നാട്ടിൽ 18 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 42,93,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ 2,69,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 1,03,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 46,85,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് $8,19,000 അതായത് 7,80,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 54,65,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ്. 27 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 14 കോടി രൂപയ്ക്കാണ്. തമിഴ്നാട് ഷെയറായി സിനിമയ്ക്ക് 20 കോടി രൂപയും വേൾഡ് വൈഡ് ഷെയറായി 25,35,00,000 രൂപയും കിട്ടിയിട്ടുണ്ട്. അജയ് ദേവ്ഗൺ നായകനായി ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഈ ചിത്രം ഇന്നലെ ശനിയാഴ്ച ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 5,30,00,000 രൂപയാണ്. അങ്ങനെ 16 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 175,77,00,000 രൂപയാണ്. വിദേശത്ത് 22,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 197,87,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 17-ാം ദിവസം ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡ് ഗ്രോസായി 5.5-6 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അങ്ങനെ 200 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ജൂലൈ 16 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വരവ്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 5,64,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 5,70,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 8,05,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്.
ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.